ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഒരു പോർഷനാണ്. നമുക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇതിൽ പലർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇതിൻ്റെ ജേർണൽ എൻട്രീസും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ജേർണൽ എൻട്രീസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു കമ്പനി ആ കമ്പനിയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ചില ഷെയർ ഹോൾഡേഴ്സ് അവർ ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് പേയ്മെൻറ്റ് കൊടുക്കും, ബാക്കിയുള്ള പേയ്മെൻറ്റ് കൊടുക്കാതിരിക്കുന്ന സിറ്റുവേഷനിൽ അവരെന്ത് ചെയ്യും, ആ ഷെയർസ് ക്യാൻസൽ ചെയ്യും. കമ്പനി ആ ഒരു ഷെയർസ് ക്യാൻസൽ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞത്. ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ആണ്. എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്യുന്നത്, നോൺ പേയ്മെൻറ്റ്. ഓക്കെ, നമ്മുടെ കോൾ എമൗണ്ടോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മണി കിട്ടിയിട്ടുണ്ടായിരിക്കും, അപ്പോഴാണല്ലോ അവർ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ മണി കിട്ടിയിട്ടുണ്ടായിരിക്കും, മേ ബി അലോട്ട്മെൻറ്റും കിട്ടിയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഫസ്റ്റ് കോളോ ഫൈനൽ കോളോ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അവരോട് പറയും നമുക്ക് ഇന്ന ഡേറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ബാക്കി പേയ്മെൻറ്റ് നടത്തണം, അല്ലെങ്കിൽ നിങ്ങളെ ഷെയർ ക്യാൻസൽ ചെയ്യാണ്, ഓൾറെഡി നിങ്ങൾ അടച്ചിട്ടുള്ള പേയ്മെൻറ്റ് തിരിച്ച് കിട്ടില്ല എന്നുള്ളത് നമ്മളവർ ഇൻഫോം ചെയ്യും. എന്നിട്ടും അവർ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത പ്രോസസ്സാണ് അത് ക്യാൻസൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി കിട്ടിയ എമൗണ്ട് നമ്മൾ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ഇക്വേഷനൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മൾ നോർമലി ഒരു ഷെയർ ഇപ്പം ഒരു 100 രൂപയുടെ ഷെയർ ഷെയർ ആണെന്ന് വിചാരിക്കുക. ഒരു ഷെയറിന് 10 രൂപയാണെങ്കിൽ നമ്മളത് ഡിഫറെൻറ്റ് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നമ്മളത് കളക്ട് ചെയ്യുന്നത്. ആദ്യം ആപ്ലിക്കേഷൻ മണി ആയിട്ട് നമ്മൾ ഒരു എമൗണ്ട് കളക്ട് ചെയ്യും, ദെൻ അലോട്ട്മെൻറ്റ്, ദെൻ ഫസ്റ്റ് കോൾ, ദെൻ ഫൈനൽ കോൾ. ഇങ്ങനെയാണ് നമ്മളത്. ചിലപ്പോൾ ഫൈനൽ കോൾ അല്ലെങ്കിൽ സെക്കൻഡ് കോളും ഫൈനൽ കോളും ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പം നമുക്കിത് മാത്രം എടുക്കാം. അപ്പം ആപ്ലിക്കേഷൻ മണിയായിട്ട് ഒരു 3 രൂപ ആയിരിക്കും, അലോട്ട്മെൻറ്റ് മണിയായിട്ട് 2 രൂപയാണ്, ഫസ്റ്റ് കോൾ ആയിട്ട് 2 രൂപയാണ്, ഫൈനൽ കോൾ ആയിട്ട് 3 രൂപയാണ്. ഇങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ടോട്ടൽ എത്രയായി, 10 ആയി അല്ലേ. അപ്പോൾ ഈ 10 രൂപ നമ്മൾ ഓരോ ഷെയറിനും ഓരോ ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറേശ്ശെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോർമലി ഇങ്ങനെ കിട്ടുന്ന സമയത്ത്, അതായത് ഈ ഒരു ഷെയർസ് നമുക്ക് കിട്ടുന്ന സമയത്ത് പെൻഡിങ് ഒന്നും ഇല്ലാണ്ട് എല്ലാ പേയ്മെൻറ്റും കറക്റ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജേർണൽ എൻട്രീസ് വരുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മുടെ ജേർണൽ എൻട്രീസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്തായിരിക്കും, നമുക്ക് എമൗണ്ട് കിട്ടുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ ഷെയർ ആപ്ലിക്കേഷനിൽ എത്രയായിരിക്കും നമുക്ക് കിട്ടുക, 3 രൂപയാണ്. അപ്പോൾ 100 ഷെയറിന് 300 രൂപ. ദെൻ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റുന്നു. അപ്പം എന്താണ്, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം നമുക്ക് അലോട്ട്മെൻറ്റ് മണി കിട്ടി, 100 ഷെയറിനാണ്. ഇപ്പം എ എന്ന് പറയുന്ന ഒരാളാണ് 100 ഷെയർ ആണ് എടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. അയാളുടെ അടുത്ത് നമുക്ക് അലോട്ട്മെൻറ്റ് മണി കിട്ടി, ഒരു ഷെയറിന് 3 രൂപയാണ് നമ്മൾ അലോട്ട്മെൻറ്റ് കളക്ട് ചെയ്യുന്നത്. 100 ഷെയറിന് 300 രൂപ വെച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്തു എന്നുള്ളത് വിചാരിക്കുക. അപ്പം ആപ്ലിക്കേഷൻ മണിയുടെ കേസിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇനി അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും, ഡ്യൂ ആവും. അലോട്ട്മെൻറ്റ് ഡ്യൂ ആവുമ്പോൾ എങ്ങനെയാണ് വരിക, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. ഇവിടെ എത്രയാണ് നമുക്ക് എമൗണ്ട് വരുന്നുണ്ടാവുക, ഒരു ഷെയറിന് 2 രൂപ വെച്ചിട്ടാണ് കളക്ട് ചെയ്യുന്നത്, 200 ആണ് നമുക്ക് ഡ്യൂ ആവുക. നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വരിക, ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു
ഷെയർ അലോട്ട്മെന്റ്. ഓക്കെ, നമുക്കത് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ജേണൽ എൻട്രി വരാം. ഇതുപോലെ തന്നെയാണ് ഫസ്റ്റ് കോളിന്റെ കേസിലും ഫൈനൽ കോളിന്റെ കേസിലും വരുന്നത്. ആദ്യം അത് ഡ്യൂ ആവും. ഡ്യൂ ആവുന്ന സമയത്ത് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇവിടെ നമുക്ക് എത്രയാണ് എമൗണ്ട് വരിക? ഇവിടെ 200 ആണല്ലേ. നമ്മൾ 2 രൂപ വെച്ചിട്ടാണ് ഫസ്റ്റ് കോൾ വാങ്ങിക്കുന്നത്. ഇനി അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് കളക്ട് ചെയ്യുന്ന സമയത്ത് ബാങ്കിലേക്ക് എമൗണ്ട് വരുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ, അതും 200 ആണ്. ഓക്കെ, ഇനി ഫൈനൽ കോളും ഇതുപോലെ തന്നെയാണ്. ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു, ഇവിടെ എത്രയാണ്? 300 ആണ് വരിക. ടു ഷെയർ ക്യാപിറ്റൽ, ഇവിടെ 300 വരും. അത് നമുക്ക് കളക്ട് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ 300 നമ്മൾ കളക്ട് ചെയ്തു. ഇങ്ങനെയാണ് നമുക്കിത് റിസീവ് ചെയ്യുന്ന സമയത്ത് നോൺ പേയ്മെന്റ് ഇല്ലാത്ത, അതായത് കറക്റ്റ് ആയിട്ട് അയാൾ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ജേണൽ എൻട്രീസ് വരിക. ഇനി സപ്പോസ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് കോൾ എന്തായി? ഡ്യൂ ആയിട്ടുണ്ട്, പക്ഷെ ആള് പേയ്മെന്റ് നടത്തിയില്ല. നമ്മുടെ അലോട്ട്മെന്റ് വരെ ആള് തന്നു, ഫസ്റ്റ് കോൾ നടത്തി, ആള് നമുക്ക് പേയ്മെന്റ് നടത്തിയിട്ടില്ല. ഡ്യൂ ആയിട്ടുണ്ട്, പേയ്മെന്റ് നടത്തിയിട്ടില്ല എന്ന് വിചാരിക്കാം. ഈ ഒരു സെഷൻ നിങ്ങൾ നോക്കണ്ട, ഫൈനൽ കോള് എന്ത് ചെയ്തിട്ടില്ല, വിളിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു സമയത്തിന് നമ്മൾ അവരെ ഇൻഫോം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഷെയർ ക്യാൻസൽ ചെയ്യാണ്, അടച്ചിട്ടില്ലെങ്കിൽ എന്ന് പറയണം. എന്നിട്ടും റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഷെയർ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. അപ്പൊ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഷെയർ ക്യാപിറ്റലിലേക്ക് വന്നിട്ടുള്ള എമൗണ്ട് ഉണ്ടല്ലോ, ഷെയർ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അത് ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ വരിക? സോറി, നമ്മുടെ ജേണൽ എൻട്രി വരിക. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ നമുക്ക് എത്ര എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്? അതായത് ഫൈനൽ കോൾ നമ്മൾ വിളിച്ചിട്ടില്ല, അലോട്ട്മെന്റ് ഉണ്ടായിരുന്നു, ആപ്ലിക്കേഷന് അലോട്ട്മെന്റ് ഫസ്റ്റ് കോൾ ഇത് നമ്മൾ വിളിച്ചിട്ടുണ്ടായിൽ ഫസ്റ്റ് കോൾ മാത്രമാണ് നോൺ പേയ്മെന്റ് ആയിട്ടുള്ളത്. അപ്പം ഷെയർ ക്യാപിറ്റലിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 300, അതുപോലെ 200, ദെൻ 200, നമ്മുടെ ഫസ്റ്റ് കോളിന്റെ 200, ടോട്ടൽ എത്രയായി? 700 ആണ് അല്ലേ. 700 ആണ് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ വരുന്നത്. ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്, ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് നമ്മൾ എത്രയാണ് കൊടുക്കുക? നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് അല്ലേ. നമുക്ക് ആപ്ലിക്കേഷൻ മണിയും കിട്ടി, അതുപോലെ അലോട്ട്മെന്റ് മണിയും കിട്ടി. ആപ്ലിക്കേഷൻ മണി നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? 300ഉം അതുപോലെ അലോട്ട്മെന്റ് 200ഉം. നമുക്ക് എത്ര കിട്ടി? 500 ആണ് എന്ത് കിട്ടിയിട്ടുള്ളത്? നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ കിട്ടിയത് നമ്മൾ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. ഇനി ബാലൻസ് നമുക്ക് കിട്ടാത്തത്, നോൺ പേയ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഏതാണ്? നമ്മുടെ ഫസ്റ്റ് കോൾ ആണ്. അപ്പൊ അത് നമ്മൾ ഡ്യൂ ആയത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ ഡെബിറ്റ് ചെയ്ത് നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യും. ഷെയർ ഫസ്റ്റ് കോൾ ഇവിടെ എത്രയാണ്? 200 ആണ്. ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. ഇനി സപ്പോസ് നമ്മൾ ഫൈനൽ കോളും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫുള്ളി കോൾഡ് അപ്പ് ആണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. ഫൈനൽ കോൾ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ, നമ്മുടെ ജേണൽ എൻട്രി എങ്ങനെ വരിക? അതായത് നമ്മളെ ഷെയർ ക്യാപിറ്റലിലേക്ക് ഫൈനൽ കോളിന്റെ 300ഉം കൂടെ ക്രെഡിറ്റ് ആവും. അപ്പൊ ടോട്ടൽ നമ്മളുടെ ഷെയർ ക്യാപിറ്റൽ നമ്മൾ എത്ര ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട്? ഈ 300ഉം കൂടെ കൂട്ടിയിട്ട് നമ്മൾ 1000 എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ളത് അപ്പോഴും എന്താണ്? 500 ആണ്. കാരണം ആപ്ലിക്കേഷനും അലോട്ട്മെന്റും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 500 വരും. ഫസ്റ്റ് കോളും ഫൈനൽ കോളും ഡ്യൂ ആയിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് കോളിന് നമ്മൾ ഓൾറെഡി ക്യാൻസൽ ചെയ്തു. ഫൈനൽ കോളിന്റെ ഇവിടെ വരും ടു ഷെയർ ഫൈനൽ കോൾ. എത്രയാണ്? 300. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് എൻട്രി വരുന്നത്. ഇനി വേറൊരു സിറ്റുവേഷൻ ആണ്, നമ്മൾ ഇത് എന്ത് ചെയ്തു?
കിട്ടിയിട്ടില്ല. നമുക്ക് കോൾ സിനാരിയർ എന്ന് പറഞ്ഞാൽ അറിയാം. കോൾ സിനാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. അതായത് ഫസ്റ്റ് കോൾ ഡ്യൂ ആയി, നമുക്ക് കിട്ടേണ്ടതാണ്, കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ അത് കോൾ സിനാരിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ എങ്ങനെ കോൾ സിനാരിയറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പം അതിന്റെ എൻട്രി വരിക? അതായത് ഇവിടെ ഷെയർ ഫസ്റ്റ് കോൾ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ കോൾ സിനാരിയർ നമ്മളിവിടെ എന്ത് ചെയ്യും? കോൾ സിനാരിയർ നമ്മളിവിടെ ഡെബിറ്റ് ചെയ്യും ടു ഷെയർ ഫസ്റ്റ് കോൾ. എത്രയാണ്? 200. ഓക്കെ, 200 വരും. അതുപോലെ ഫൈനൽ കോളിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കോൾ സിനാരിയറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ കോൾ സിനാരിയർ ഡെറ്റഡ് ടു ഷെയർ ഫൈനൽ കോൾ ഇവിടെ എത്രയാണ്? 300 ആയി അല്ലേ? അപ്പം ഇവിടെ ഫസ്റ്റ് കോൾ ആൻഡ് ഫൈനൽ കോളിൻ്റെ അക്കൗണ്ട് ഓൾറെഡി ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് ഏതേ ഉള്ളൂ? കോൾ സിനാരിയറേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇവിടെ കോൾ സിനാരിയറിൽ ടോട്ടൽ എത്ര വന്നു? 300ഉം 200ഉം ടോട്ടൽ 500 വന്നു. അപ്പം നമ്മൾ അങ്ങനത്തെ കേസിൽ കോൾ സിനാരിയറിലേക്ക് മാറ്റുകയാണെന്നുള്ള കേസിൽ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ടു കോൾ സിനാരിയർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടോട്ടൽ എമൗണ്ട് അവിടെ കൊടുത്താൽ മതി. ഓക്കെ, ഇത് കോൾ സിനാരിയറിൻ്റെ കേസിൽ വരുന്നതാണ്. ഇനി നമ്മൾ ഷെയർ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രീമിയം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നവുമില്ല, ഇതുപോലെ തന്നെയാണ് വരിക. പ്രീമിയം നമ്മൾ കളക്ട് ചെയ്തത് ഒന്നും ചെയ്യാനില്ല, നമ്മൾ നമ്മുടെ ഈ ഒരു എൻട്രിയിലേക്കൊന്നും അത് എഫക്റ്റ് ചെയ്യില്ല. ഇനി പ്രീമിയം എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു എൻട്രിയിൽ മാറ്റം വരും. അതെങ്ങനെയാന്നുള്ളതും കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ പ്രീമിയം എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത് അലോട്ട്മെന്റിന്റെ കൂടെയാണെന്ന് വിചാരിക്കുക. 1 രൂപയാണ് നമ്മളുടെ പ്രീമിയം. അപ്പൊ ടോട്ടൽ എത്രയായി? 11 രൂപയ്ക്കാണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ പ്ലസ് 1 റുപ്പി എന്താണ് പ്രീമിയം എമൗണ്ടിന് നമ്മൾ എടുക്കുന്നു. ടോട്ടൽ 11 രൂപയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പം ആപ്ലിക്കേഷന്റെ കേസിൽ ഇത് കറക്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? 300 3 രൂപ വെച്ചിട്ട് 100 ഷെയറിന് 300 വെച്ച് നമ്മൾ കളക്ട് ചെയ്യുന്നു. അലോട്ട്മെന്റിന്റെ കേസിലാണ് നമ്മൾ ഈ പറയുന്ന 2+1 എന്ന് പറയുന്നത്. അതായത് 200 പ്ലസ് എന്താണ് വരുന്നത്? നമ്മുടെ പ്രീമിയം 1 റുപ്പി കൂടെ വരുന്നുണ്ട്. അപ്പം ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ വരുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ എത്രയാണ് അവിടെ ഡ്യൂ ആവുക? ഇവിടെ 300 ആണ് നമുക്ക് ഡ്യൂ ആവുക അല്ലെ? 300 ആണ് നമുക്ക് ഡ്യൂ ആവുന്നത്. അപ്പം ഷെയർ അലോട്ട്മെന്റിന്റെ കേസിൽ നമുക്ക് ഡ്യൂ ആവുന്ന സമയത്ത് 300 ആണ് ഡ്യൂ ആവുന്നത്. പക്ഷെ 300 ഡ്യൂ ആവുന്ന സമയത്ത് തന്നെ ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ എത്ര എടുക്കുന്നുള്ളൂ? ഒരു ഷെയറിന് 2 രൂപ വെച്ചിട്ടാണ് നമ്മൾ ഫേസ് വാല്യൂവിൻ്റെ കണക്കിൽ പറയുന്നത്. പ്രീമിയം എമൗണ്ട് 1 രൂപയാണ്. അപ്പം 200 ഷെയർ ക്യാപിറ്റലിലേക്കും ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്കാണ് ആ പ്രീമിയം എമൗണ്ട് 100 രൂപ വരിക. ഓക്കെ, ഇങ്ങനെയാണ് ഡ്യൂ ആവുമ്പം എൻട്രി വരിക. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ് ടു എത്രയാണ്? 300 ടു ഷെയർ ക്യാപിറ്റൽ 200 ടു സെക്യൂരിറ്റീസ് പ്രീമിയം 100. ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് വരുന്ന സമയത്ത് 300 ആയിട്ട് തന്നെയാണ് നമുക്ക് വരിക. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ആയിട്ട് വരുന്നു. ഇത് നമ്മൾ കളക്ട് ചെയ്ത് കഴിയുന്ന സമയത്തും ഈ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് ജേണൽ എൻട്രി വരിക. ഇനി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഷെയർ അലോട്ട്മെന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് അതും കിട്ടിയിട്ടില്ല. നമ്മൾ അലോട്ട്മെന്റ് എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല, ഫസ്റ്റ് കോളും കിട്ടിയിട്ടില്ല, ഫൈനൽ കോളും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ അലോട്ട്മെന്റ് ആണെങ്കിൽ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. 100 രൂപ നമുക്ക് പ്രീമിയം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരിക? നമ്മുടെ ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എത്ര എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ ഷെയർ ക്യാപിറ്റലിൽ 300, ഇവിടെ 200, ഇവിടെ 200, ഇവിടെ 300, ടോട്ടൽ 1000 തന്നെയാണ് ഇവിടെ വരുന്നത് ഷെയർ ക്യാപിറ്റലിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നോക്കാം, ടു ഫോർഫീറ്റ് അക്കൗണ്ട് നമ്മൾ ഫോർഫീറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം റിസീവ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ നോക്കുക. നമ്മൾ എത്ര റിസീവ് ചെയ്തിട്ടുണ്ട്?
അപ്പോൾ നമ്മൾ ഷെയർ ഫോർഫീറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ എത്ര എമൗണ്ട് ആണ് കൊടുക്കുക, നമ്മൾ എത്ര റിസീവ് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് ആകെ ആപ്ലിക്കേഷൻ എമൗണ്ടേ കിട്ടിയിട്ടുള്ളൂ. ആപ്ലിക്കേഷൻ എമൗണ്ട് നമുക്ക് ഇവിടെ എത്ര കിട്ടിയിട്ടുള്ളത്? 300 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആപ്ലിക്കേഷൻ എമൗണ്ട് നമുക്ക് ആകെ 300 ആണ് കിട്ടിയിട്ടുള്ളത്. ദെൻ ഈ ഒരു ഇക്വേഷൻ മാറ്റാം. ഷെയർ അലോട്ട്മെന്റും അതുപോലെ ഫസ്റ്റ് കോളും. അപ്പോൾ ഷെയർ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രീമിയം പ്രീമിയം നമ്മൾ കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ക്യാപിറ്റലിലേക്ക് എത്രയാണോ നമ്മൾ ക്രെഡിറ്റ് ചെയ്തത് അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ടു ഷെയർ ഫോർഫീറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ എത്ര റിസീവ് ചെയ്തു, ആകെ ആപ്ലിക്കേഷൻ മണി മാത്രമേ നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ളൂ, 300 നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റീസ് പ്രീമിയം നമ്മൾ ചെയ്യുന്നത് ഡെബിറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം ഇവിടെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ഇവിടെ എന്ത് വരും? ഒരു 100 കൂടെ വരും. സെക്യൂരിറ്റി പ്രീമിയം നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്തു ഡ്യൂ ആയ സമയത്ത്, അത് നമുക്ക് കിട്ടിയിട്ടില്ല, അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അത് ഡെബിറ്റ് ചെയ്തു. ടു ഷെയർ ഫോർഫീറ്റ് അക്കൗണ്ടിലേക്ക് നമുക്ക് എത്രയാണ് വന്നിട്ടുള്ളത്? 300 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇനി ഇതും നമ്മൾ കോൾ സിനാരിയറിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഇവിടെ കോൾ സിനാരിയർ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് വരും. ഇവിടെ എത്ര വരും? 300 വരും അല്ലെ. കോൾ സിനാരിയർ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് വരും, 300 വരും. ഓക്കെ, അപ്പം ഇവിടെ ടോട്ടൽ എങ്ങനെയായിരിക്കും കോൾ സിനാരിയറിലേക്ക് വരിക? കോൾ സിനാരിയറിലേക്ക് നമ്മൾ എത്ര ക്രെഡിറ്റ് ചെയ്യണം? ഇവിടെ അലോട്ട്മെന്റിന്റെ 300ഉം ഫസ്റ്റ് കോളിന്റെ 200ഉം ഫൈനൽ കോളിന്റെ 300ഉം ടോട്ടൽ എത്ര ഉണ്ട്? 800 വരും. ഓക്കെ, ടോട്ടൽ 800 ആയിരിക്കും എന്തിൽ വരിക? നമ്മളുടെ കോൾ സിനാരിയറിലേക്ക് വരിക. ഇനി നമ്മൾ കോൾ സിനാരിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. അലോട്ട്മെന്റ്, ഫസ്റ്റ് കോള്, ഫൈനൽ കോള് സെപ്പറേറ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അലോട്ട്മെന്റിൽ 300 കൊടുക്കും, ഫസ്റ്റ് കോളിൽ 200 കൊടുക്കും, ഫൈനൽ കോളിൽ 300 കൊടുക്കും. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരത്തെ കാണിച്ചിട്ടുള്ള ഇക്വേഷനിലേക്ക് ഒന്ന് പോവാം. അതായത് ഫോർഫീച്ചർ ഓഫ് ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് പ്രീമിയം റിസീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ പ്രീമിയം റിസീവ് ചെയ്ത കേസാണെന്നുണ്ടെങ്കിൽ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് വെൻ പ്രീമിയം ഈസ് റിസീവ്ഡ്, പ്രീമിയം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ നമ്മളുടെ എൻട്രി വരുന്നത്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു കോൾ സിനാരിയർ അക്കൗണ്ട് ടു ഫോർഫീച്ചർ. കോൾ സിനാരിയറിലേക്ക് നമ്മൾ അതായത് നമ്മൾ ആ കിട്ടാത്ത എമൗണ്ട് നമ്മൾ കോൾ സിനാരിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ കോൾ സിനാരിയർ വരും. അല്ലെങ്കിൽ എന്താവും? ഫസ്റ്റ് കോളോ ഫൈനൽ കോളോ ഏതാണെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യും? നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ പ്രീമിയം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ്. പ്രീമിയം ഇല്ലാത്ത സമയത്ത് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് പ്രീമിയം റിസീവ് ചെയ്താലും വരുന്നത്. ഇനി നോക്കുക, പ്രീമിയം നമ്മൾ റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? ആ സെക്യൂരിറ്റീസ് പ്രീമിയം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് ഡെബിറ്റ് ചെയ്യും. കാരണം നമ്മൾ ഓൾറെഡി ഡ്യൂ ആയപ്പം സെക്യൂരിറ്റി പ്രീമിയം നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താവുന്നു? നമ്മൾ പ്രീമിയം റിസീവ് ചെയ്യാത്ത കേസിൽ ആ സെക്യൂരിറ്റി പ്രീമിയം നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്ര നമ്മൾ കോൾ ചെയ്തു, ഡ്യൂ ആയ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്ര ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഡെബിറ്റ് ചെയ്യും. സെക്യൂരിറ്റീസ് പ്രീമിയം നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും നമ്മൾ ഡെബിറ്റ് ചെയ്യും. ദെൻ നമ്മൾ കോൾ സിനാരിയർ കിട്ടാൻ ഉള്ളതിന് എന്താണോ കിട്ടിയത് നമ്മൾ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് മാറ്റും. അടുത്തത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് വെൻ ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. ദെൻ അടുത്തത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് വിച്ച് വർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു. പ്രീമിയം ആണെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ആ പ്രീമിയത്തിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഡിസ്കൗണ്ടിനാണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫോർഫീച്ചർ ഓഫ് ഷെയർസിൽ. ഇത് ഫസ്റ്റ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മളൊരു ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ
നോർമലി നമ്മൾ ആ ഒരു ഷെയർ ഒരു പെൻഡിങ്ങും ഇല്ലാണ്ട് കംപ്ലീറ്റ് പേയ്മെന്റ് നമുക്ക് കിട്ടുന്ന സമയത്ത് വരുന്ന എൻട്രീസുകൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുക. എന്നിട്ട് അതിൽ ഓരോ കാര്യങ്ങളും നമുക്ക് കിട്ടാതെ ആവുമ്പം ഉണ്ടാകുന്ന ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന എൻട്രീസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് സെപ്പറേറ്റ് എഴുതി നോക്കുക. അങ്ങനെയാണ് കൺഫ്യൂഷൻ ഇല്ലാണ്ട് വരിക. അപ്പം നമുക്ക് പ്രീമിയം ആണെങ്കിലും ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എൻട്രിയിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റും. ഇതിൽ മിക്കപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഫോർഫീച്ചർ ഓഫ് ഷെയർസിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ആ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളത് ചോദിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ ഐഫറിന്റെ JRF ട്രാക്ക് ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് ആ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടീം നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനും അഡ്മിഷൻ എടുക്കാനൊക്കെ പറ്റും. അതുപോലെ നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പുകളിലേക്ക് ഈ ഒരു ഇത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ലഭിക്കുന്നതാണ്. ഇതുവഴി കിട്ടുന്ന ഫ്രീ ക്ലാസ്സുകളും മെറ്റീരിയൽസും പോൾ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അപ്പം അടുത്തൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മൈഫർ എഡ്യൂക്കേഷൻ.